മകരവിളക്ക് ദിവസം ശബരിമല പരിസരത്ത് അനുമതിയില്ലാതെ സിനിമ ചിത്രീകരിച്ച സംഭവത്തിൽ സംവിധായകൻ അനുരാജ് മനോഹറിന് നോട്ടീസ്. വനംവകുപ്പാണ് നോട്ടീസ് നൽകിയത്. പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അനുമതിയില്ലാതെ പമ്പ പ്രദേശങ്ങളിൽ മകരവിളക്ക് ദിവസം സിനിമ ചിത്രീകരിച്ചെന്ന പരാതിയിൽ നേരത്തെ വനംവകുപ്പ് കേസെടുത്തിരുന്നു. വനത്തിൽ അതിക്രമിച്ച് കയറി എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് നടപടി. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ നവജാത ശിശു തീവ്രപരിചരണ വിഭാഗം താൽക്കാലികമായി അടയ്ക്കുകയാണെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. ഫെബ്രുവരി 9 മുതൽ ഫെബ്രുവരി 14 വരെയായിരിക്കും അടച്ചിടുക. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് NICU താൽക്കാലികമായി പ്രവർത്തനരഹിതമാകുന്നത്. സമീപ ആശുപത്രികളിൽ നിന്നും മാസം തികയാതെ ജനിക്കുന്ന നവജാത ശിശുക്കളുടെയും മറ്റ് റഫറലുകളും ഈ കാലയളവിൽ ഒഴിവാക്കും. പൊതുജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അഭ്യർത്ഥിച്ചു. നടൻ മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ പോലീസിന് വീഴ്ചയില്ലെന്ന് റിപ്പോർട്ട്. മ്യൂസിയം SHOയാണ് ഇത് സംബന്ധിച്ച മൊഴി നൽകിയത്. രാത്രി തന്നെ മണിയൻപിള്ള രാജുവിനെ അന്വേഷിച്ച് വീട്ടിലെത്തിയിരുന്നുവെന്നും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. മണിയൻപിള്ള രാജു പോലീസിനെ വിളിച്ചില്ലെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ കോൾ റെക്കോർഡും മണിയൻപിള്ള രാജുവിന്റെ മൊഴിയും രേഖപ്പെടുത്താനാണ് അന്വേഷണ ചുമതലയുള്ള DCPയുടെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഒന്നുമില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. വീട്ടിലും ബംഗളൂരുവിലും പോറ്റിയെ കണ്ടിട്ടുണ്ട്. കൂടിക്കാഴ്ചകളെല്ലാം പോറ്റി ക്ഷണിച്ചത് പ്രകാരം പോലെയായിരുന്നു. ദില്ലിയിൽ പോകാനും പോറ്റിയാണ് ക്ഷണിച്ചത്. എന്നാൽ കണ്ട തീയതികൾ വ്യക്തമായി ഓർമ്മയിലില്ലെന്നും അടൂർ പ്രകാശ് മൊഴി നൽകി. അതേസമയം മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ SIT വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്ത് സന്നിധാനത്ത് ഉപയോഗിച്ചിരുന്ന ദിവസവേതനക്കാർ പലതവണയായി ലക്ഷങ്ങൾ വീട്ടിലേക്ക് അയച്ച സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങി. എല്ലാ ദിവസവേതനക്കാരുടെയും മുഴുവൻ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുകയാണ് വിജിലൻസ്. സന്നിധാനത്തെ 2 ബാങ്കും പോസ്റ്റ് ഓഫീസ് വഴിയും ജീവനക്കാർ ദിവസവും പണം അയച്ചു എന്നാണ് കണ്ടെത്തൽ. ദിവസവേതനക്കാർക്കുള്ള പണം സീസൺ കഴിഞ്ഞ് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് ദേവസ്വം നൽകുന്നത്. അതിനു മുമ്പ് തന്നെ വലിയ തുക അയച്ചെങ്കിൽ അത് അനധികൃത സമ്പാദ്യമാണെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ.